കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം. ചുരുക്കി പറയാം. ഒരിടത്ത് ഒരു പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അതായത് MLA ആകുന്നതിന് മുമ്പ് 1969 പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യമുണ്ട്. വാടിക്കൽ രാമകൃഷ്ണൻ എന്നൊരു RSSകാരനെ വെട്ടിക്കൊന്നുകൊണ്ട് തലശ്ശേരിയിൽ RSS മാർക്സിസ്റ്റ് സംഘടനകൾക്ക് വഴിമരുന്നിട്ട ഒരു പിണറായി. അത് കഴിഞ്ഞിട്ടും അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഒക്കെ RSSനോട് വലിയ എതിർപ്പായിരുന്നു. RSSകാരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന അഭിപ്രായക്കാരൻ. പക്ഷേ 2016 കേരള മുഖ്യമന്ത്രിയായ ശേഷം പിണറായി വിജയന് റാഡിക്കലായ ഒരു മാറ്റം ഉണ്ടായി. പിന്നെ എങ്ങനെയാ ഫലം അറിയാ? റാഡിക്കലായ ഒരു മാറ്റം എന്താ വെച്ചാൽ RSSുമായിട്ട് പരമാവധി സഹകരിക്കുക, പരമാവധി സംഘടനകളും സംഘർഷങ്ങളും ഒഴിവാക്കുക. അത് വലിയ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം വെട്ടും കുത്തും ഒഴിവായത് ഒരു വലിയ നല്ല കാര്യം തന്നെ. വി മുരളീധരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടപ്പോൾ അദ്ദേഹവും പറഞ്ഞു, BJPയുടെ മുഖ്യശത്രു കേരളത്തിലും കോൺഗ്രസാണ്, കേന്ദ്രത്തിലും കോൺഗ്രസാണ്. CPM-ആയിട്ടല്ല നമുക്ക് ആശയപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിയോജിപ്പുള്ളത് കോൺഗ്രസുമായിട്ടാണ്. രണ്ടാമത്തത്, പിണറായി വിജയൻ അനവധി പ്രശ്നങ്ങളിൽപ്പെട്ടുള്ള ആളാണ്. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഇവരുമായിട്ട് പരമാവധി സഹകരിച്ചാണ് പോകുന്നത്. പിന്നെ പറയുമ്പോൾ പലതും പറയും, ഊരിപ്പിടിച്ച വാളുകൾക്കിടയിൽ കൂടി നടന്നാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിക്കില്ല എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയക്കാരല്ലേ, അവർ നിലനിൽപ്പിന് വേണ്ടി പറയുന്നു. ഇനി ഇതിൽ യഥാർത്ഥ വിഷയം നമ്മൾ ഇതല്ല ചർച്ച ചെയ്ത് ഹൊസബുളയെ കണ്ടതിനാന്നുള്ളതല്ല. ഹൊസബുളയെ കണ്ടത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ദൂതുമായിട്ട് പോയി കണ്ടതാണ്, അല്ലാതെ അജിത് കുമാറിന്റെ ക്ലാസ്മേറ്റ് ഒന്നും അല്ലല്ലോ ദത്താത്രേയ ഹൊസബുള. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് പോയതാണ് എന്നുള്ള യാതൊരു സംശയമില്ല. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദൂതൻ പോലും മുഖ്യമന്ത്രിയുടെ ദാസനാണ് ഈ അജിത് കുമാർ. എന്റെ കാര്യം വലിയ കഷ്ടമാണ്, ഞാനിപ്പോ വഴിയാധാരമായി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ഞാൻ കേട്ടാണ് ഈ കാരണഭൂതൻ പൂരം കാണാൻ വന്നിട്ടുണ്ട്. ഇയാൾ ഈ ശ്രീരാമന്റെ മുമ്പിൽ ഹനുമാൻ ഇരിക്കുന്ന പോലെ ഇരിക്കുകയല്ല നിൽക്കുകയല്ല, അങ്ങനത്തെ ഒരു പോസ്റ്റർ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടല്ലോ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രി കസേരയിൽ വലിയ ഗൗരവത്തിലിരിക്കും, കുടമാറ്റം കാണുന്നു. ഇദ്ദേഹം ഈ ശ്രീരാമന്റെ മുമ്പിൽ ഹനുമാൻ നിൽക്കുന്ന പോലെ നിൽക്കുകയല്ല ഇരിക്കുകയല്ലാത്തൊരു രീതിയിൽ മുന്നോട്ട് പോകും. പുള്ളി മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ഒരു സേവകക്കാരനായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടിച്ചുകളിക്കാരനൊന്നും പറയാൻ പറ്റില്ല, അതിലൊക്കെ വളരെ മോശപ്പെട്ട അതിനേക്കാളൊക്കെ താഴ്ന്ന നിലയിൽ ഉള്ള ഒരാളാണ്. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പോകും. യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ അട്ടിമറിക്കാൻ CPM-ലെ ഒരു പ്രബല വിഭാഗം തീരുമാനിച്ചിരുന്നു. എന്നെ സംശയിക്കരുത്. അത് വളരെ പ്രകടമായിട്ട് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഗ്രൂപ്പായിട്ട് വികസിച്ചിട്ടുണ്ട്. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇടതുമുന്നണിക്കാരുടെ ഇടയിൽ പൊതുവിലും CPM-കാരുടെ ഇടയിൽ പ്രത്യേകിച്ചും വലിയ വിയോജിപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കൊള്ളതായ്മ കൊണ്ടാണ് തിരിച്ചടി ഉണ്ടായത് എന്ന് അവർ വിചാരിക്കും. എന്താ പറഞ്ഞത് ശരിയല്ല? ഇദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരിട്ടാൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടാൽ പാർട്ടിയുടെ പൊടി പോലും ഉണ്ടാകില്ല കണ്ടുപിടിക്കാൻ എന്ന് അവർ തിരിച്ചറിഞ്ഞു. നമ്മൾ ഈ വഴിക്ക് തിരിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് വരില്ലേ സർ? എടോ, ഇത് കേരളമാണ്. നമ്മൾ സ്വയം തിരിഞ്ഞില്ലെങ്കിൽ മീഡിയയും ജനങ്ങളും കൂടി ബലമായി തിരിക്കും. നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. ശ്രീ ജയശങ്കർ, അഴിമതിക്കെതിരായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും സർക്കാരുമാണെങ്കിൽ ഒരു അഴിമതി കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇനി വൈകേണ്ടതുണ്ടോ? രാത്രി ഉറക്കമില്ലേ? കേട്ടില്ല എന്ന് വെച്ച് കിടന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ് അവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെ അസ്കർ പറഞ്ഞ പോലെ അല്ല കാര്യം, ക്യാബിനറ്റിനെ അറിയിച്ചില്ല എന്നുള്ളല്ലേ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ യോഗ്യതയിൽ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി എന്നുള്ളതാണ്. മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ ഇത് മന്ത്രി ജലീൽ സ്വന്തമായിട്ട് കൂട്ടിച്ചേർത്ത അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. അത് മന്ത്രിസഭയെ അറിയിച്ചിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ലോകായുക്തയുടെ ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെയാണ് അതിലെ ശരിക്കുള്ള അഴിമതി, അതിലുള്ള യഥാർത്ഥ ക്രമക്കേട്, അതിലുള്ള ചട്ടലംഘനം അഥവാ നെപ്പോട്ടിസം കിടക്കുന്നത് ആ ഭാഗത്താണ്. അതിന് വളരെ എവിഡന്റ് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ചുറ്റിക്കളി അല്ലെന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം. സംശയാതീതമായി അത് വ്യക്തമായിരിക്കുകയാണ്. ഒരു കോടതിക്ക് വിടാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഒരു
വലിയൊരു ക്രമവിരുദ്ധമായ നടപടിയാണ് ഈ ജലീൽ എന്ന് പറഞ്ഞ മന്ത്രി പുങ്കവൻ ചെയ്തിട്ടുള്ളത്. മര്യാദക്ക് സംസാരിക്കണം. മാനകെട്ടവനെ ഉനക്കല്ലടാ മര്യാദ വേണ്ടിയിരിക്കെ. അന്ന് തന്നെ അദ്ദേഹം രാജിവെച്ചിരുന്നെങ്കിൽ ധാർമ്മികത പറയാൻ വരുന്നു. ജയരാജൻ രാജിവെച്ചത് എന്തുകൊണ്ടാണ് ജയരാജനെ കൊണ്ട് രാജിവെപ്പിച്ച മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ശശീന്ദ്രനെ കൊണ്ട് രാജിവെപ്പിച്ച മുഖ്യമന്ത്രി അവൻ പറഞ്ഞ നേരാ. ജലീലിനോട് രാജിവെക്കാൻ പറയായിരുന്നു? ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം അതാണ്. എന്തുകൊണ്ടാണ് ജലീലിന് ഒരു പ്രത്യേക പരിഗണന? എന്തുകൊണ്ടാണ് ജലീലിന് ഈ പരിലാളനം? അപ്പൊ ശ്രീ പിണറായി വിജയൻ എന്തുകൊണ്ട് ജലീലിന് ഇത്രയധികം താലോലിച്ചു? അതിന്റെ ഒരു വിലയാണ് ഇപ്പൊ കൊടുക്കുന്നത്. ആവശ്യത്തിൽ കവിഞ്ഞുള്ള പബ്ലിസിറ്റി കൊടുത്ത് പാർട്ടി അവനെ ബൂസ്റ്റ് ചെയ്യും. ഒരു ശത്രുവിനെ ആൾ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ രാഷ്ട്രീയത്തിൽ എന്ത് തോന്നിവാസവും കാണിക്കാം, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഉരൽ കേൾക്കാൻ വിരൽ മാറാന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ അദ്ദേഹം ഈ റിട്ട് ഹർജി കൊടുത്തത് നന്നായി. ലോകായുക്തയുടെ ജഡ്ജിമെന്റ് വന്നപ്പോൾ അത് അംഗീകരിച്ച് രാജിവെച്ച് പോയിരുന്നെങ്കിൽ ഇത്ര വലിയ അവമാനം സംഭവിക്കുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്തെങ്കിലും മുടത്തിന്റെ ഞങ്ങളൊക്കെ പറയായിരുന്നു, ഞാൻ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചു എന്ന് പറയാം. ഇതല്ല, ഹൈക്കോടതിയിൽ കൊടുത്ത് മുഖമടച്ച അടിയാണ് വാങ്ങിയിട്ടുള്ള ചെറിയ അടിയല്ല. കടുപ്പം അവിടുത്തെ ബില്ല് തല്ലു വാങ്ങിക്കുന്നത് കുറച്ച് വാങ്ങിച്ചാ ബില്ലും കുറയും. ഡോക്ടർ തമാശിച്ചതാണ്. ഇവിടെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച പോലെ ഹൈക്കോടതി ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഈ കേസ് ഫയലിൽ പോലും സ്വീകരിക്കാതെ അത് എടുത്തെറിഞ്ഞിരിക്കുകയാണ്. ലിമിനി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഫയലിൽ സ്വീകരിക്കാതെ തള്ളിയെന്ന് വെച്ചാൽ 45 പേജിൽ ഒരു ജഡ്ജ്മെന്റ് എഴുതി തള്ളിക്കളിച്ചിരിക്കുകയാണ്. ഇതിനേക്കാൾ വലിയൊരു അപമാനം ഈ ജലീലിന് സംഭവിക്കാനുണ്ടോ? പിന്നെ അദ്ദേഹത്തിന് തൊലിക്കട്ടിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. സർക്കാർ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രളയത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അല്ലെ പ്രളയ പുനരധിവാസത്തിന് അല്ലെങ്കിൽ പ്രളയ പുനരുദ്ധാരണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസയെ സംബന്ധിച്ച് പരസ്യം കൊടുക്കാൻ. പിന്നെ ഇയാളാ ഇനി അതിന് പരസ്യം കൊടുക്കാനും സർക്കാർ പണം ചെലവഴിക്കണം എന്ന് വെച്ചാൽ വലിയ കഷ്ടമല്ലേ? സർക്കാരിന്റെ ഒരു പൈസ ഇല്ല, വിഷം മേടിക്കാൻ പൈസ ഇല്ല എന്നാണ് ധനകാര്യ മന്ത്രി പറയുന്നത്. ശരിയാണോ? ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? സാലറി ചാലഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ കോടതി കൈക്കൊണ്ട നിലപാടടക്കം ഒരുപാട് പ്രതിസന്ധികളെ സർക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്. പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ, അനുഭവിക്കുക. നമുക്ക് ആർക്കും ഒരു ആക്ഷേപമില്ല. കെ എം മാണിയെ പോലത്തെ ഒരാളല്ല ഇവിടെ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരിക്കുന്നത്. നമുക്കൊക്കെ വളരെ സ്നേഹവും ബഹുമാനമുള്ള ഡോക്ടർ തോമസ് ഐസക്. അതിലൊന്നും എനിക്ക് ആ ഒരു സംശയമില്ല. പക്ഷെ പൈസ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കണം. പിന്നെ അതിന്റെ പരസ്യം കൊടുക്കാൻ വേണ്ടി പിന്നെ പണം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പത്രാധിപന്മാരെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കാശില്ല, അതൊന്നും നടക്കില്ല. പണം കൂടാതെ പ്രളയ പുനരധിവാസത്തിന് വേണ്ടി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പരസ്യം പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകണം. ദൈവവിരുദ്ധം കൊണ്ട് ഒരു പത്രക്കാരും അത് ചെയ്യുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മനസ്സുകൊള്ള സിരിച്ച പ്രളയത്തിൽ വലിയ നഷ്ടം സംഭവിച്ച ആളുകളുണ്ട്. ഇപ്പൊ എനിക്കൊക്കെ സംഭവിച്ച നഷ്ടം താരതമ്യേന കുറവാണ്. ഇപ്പൊ നമുക്ക് അതിനൊരു ഇൻസിഡൻസ് കുറവാണ്. എന്റെ വരുമാനം വെച്ച് നോക്കുമ്പോൾ എനിക്കുണ്ടായ നഷ്ടം താരതമ്യേന കുറവാണ്. പക്ഷെ അങ്ങനെയല്ല, വെറും സാധാരണക്കാരായ ആളുകളുണ്ട്, പട്ടിക സമുദായക്കാരുണ്ട്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുക്കും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.